കണ്ണനെ ബീഹാർ ആനയാണ് അത് തൃശ്ശൂർ നാനൂറ് പാർട്ടി കൃഷ്ണകുമാർ മുതലാളി കൊണ്ടുവന്നതാണ്. കർണന അന്നൊരു ചെറിയൊരു കുറച്ച് ഉയരണ്ട് എന്നല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ കൃഷ്ണകുമാറാണ് തൃശ്ശൂർ കൃഷ്ണകുമാർ മുതലാളി അതിനെ ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നത് നന്ദകുമാർ രാജ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്ന് മേടിക്കാൻ പോയത്. അതായത് ഈ പുന്നത്തൂർ കോട്ടയൊക്കെ ഉടമസ്ഥനായ പുന്നത്തൂർ ഇപ്പോൾ ആനക്കോട്ടയൊക്കെ അതിൻ്റെയൊക്കെ അവിടെ നന്ദകുമാർ രാജ എന്ന് പറഞ്ഞ ഒരാളാണ്. തുളസി തമ്പുരാൻ പറയും അയാളുടെ മരുമകൻ പെങ്ങളുടെ മകനാണ് കൊണ്ടുവന്നത്. പിന്നെ കൃഷ്ണകുമാറിൻ്റെ ആവശ്യമായിട്ട് പിന്നെ അതിനെ കുറച്ച് കാലം കൃഷ്ണകുമാർ നിർത്തി. അങ്ങനെ തെറ്റില്ല എന്ന് തോന്നും. പിന്നെ അതിനെ ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ അരിയേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരുമൊന്നുമില്ല, എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഒരു രാത്രി ഒരു 7 മണി 8 മണിയാവണം വീട്ടിൽ. അപ്പം അന്ന് ഈ മൊബൈലിൽ പോകണം ഈ മൊബൈലിൽ പോകണമെന്നില്ല, അങ്ങനെ ഇല്ല, അത് ഏരിയില്ല. ഈ കൊണ്ടിറക്കണത് ഇത്ര നീളത്തിൽ അപ്പോൾ മൊബൈലിൽ പോകണമെന്നില്ല. അപ്പം ഈ ഇങ്ങനെ ഫോണിങ്ങനെ അടിക്കുമ്പോൾ ഞാൻ പോയി ഫോണെടുത്തു. അപ്പോൾ ആരാ അരിയുടെ വീടല്ല, അരിയുടെ വീട് തന്നെയാണ്. അപ്പോൾ ആരാത്? ഞാൻ ഇതിങ്ങനെ ചാമിയാണ്. അറിയാം എന്താ ചാമിയാണ്? ഞാൻ അരി ഉണ്ടോ അവിടെ? ഇല്ല, അരി ഇവിടെ ഇല്ല. എവിടേക്കാണ് പോയതെന്ന് അറിയില്ല. എപ്പോഴാണ് വരിക? വരേണ്ട നേരത്തൊന്നും പറയാൻ പറ്റില്ല മുതലാളി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ എന്നാൽ ഒന്ന് വിളിക്കാൻ പറയൂ കിട്ടുമോ പറഞ്ഞു. ഞാൻ പറയാറുണ്ട്. അപ്പം എന്നേക്ക് അറിയുകയൊക്കെ ചെയ്യാം. അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അരിയേട്ടൻ വന്നിട്ട് ഇങ്ങനെ അരിയേട്ടൻ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് കൃഷ്ണകുമാർ മുതലാളി വിളിച്ചായിരുന്നു. എന്താന്ന് ഞാൻ ചോദിച്ചില്ല. എന്താന്നിപ്പം മൂപ്പരോട് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ല, നമ്മൾ ആനക്കാരനാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചോദിക്കാൻ വേണ്ട. എന്താ അത് വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ വിളിച്ചു. ഞാൻ എൻ്റെ 2 ആനയും കൊടുക്കുകയാണ്. കാശിൻ്റെ വിഷമുള്ള ആളൊന്നുമല്ല, കാശിൻ്റെ വിഷമം കൊണ്ടൊന്നുമല്ല കൊടുക്കുക. അങ്ങനെ കാശിൻ്റെ വിഷമുള്ള ആളൊന്നുമല്ല കൃഷ്ണകുമാർ. അപ്പോൾ 2 ആനയും കൊടുക്കുകയാണ്. അപ്പോൾ അരിക്ക് തരണമെന്നാണ്. അപ്പോൾ എവിടെ ആന നിൽക്കണമെന്ന് ചോദിച്ചു. കർണൻ കുണ്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മറ്റേ രാജാവിൻ്റെ ആന എൻ്റെ മരക്കമ്പനിയിലുണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പം ഞങ്ങളെന്നാ നാളെ മറ്റന്നാൾ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം. ഞങ്ങളെ പിറ്റേ ദിവസം തന്നെ പോയി. ഞാനും അരിയേട്ടനും കൂടിയും പോയി. ആദ്യം കുണ്ടന്നൂർ പോയി കർണനാനെ കണ്ടു. പിന്നെ അങ്ങനെ തൃശ്ശൂർ പോയി ഈ രാജാവിൻ്റെ ആനയെ കണ്ടു. അതിനെ കിടത്തിയതൊക്കെ നോക്കി. അപ്പോൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വില പറയാൻ പറഞ്ഞു. വില ഞാൻ പറയില്ലെങ്കിൽ ഞാൻ ആനയെ കൊണ്ടുപോയില്ല, അത് ഞാൻ കൊണ്ടുപോയില്ല പറഞ്ഞു. അപ്പോൾ മൂപ്പര് പിന്നെ വിലയൊക്കെ പറഞ്ഞു. അന്ന് 8 ലക്ഷം ഉറുപ്പ്യ കർണന്. അന്ന് കേരളത്തിലൊരാനെ 8 ലക്ഷത്തിന് മേടിച്ചിട്ടുമില്ല, വിറ്റിട്ടുമില്ല. അപ്പോൾ 8 ലക്ഷം ഉറുപ്പ്യ കർണന് വേണം. പിന്നെ 5 ലക്ഷം ഉറുപ്പ്യ രാജാവിൻ്റെ ആനയ്ക്കും വില പറഞ്ഞു. അപ്പോൾ കർണൻ്റെ അതിന് ഒന്നും കുറയില്ല. ഇപ്പം പറഞ്ഞു അത് ഒത്തിരി ഇങ്ങനെയായി. മറ്റേ ആനയ്ക്ക് ഒരു 50, രാജാവിൻ്റെ ആനയ്ക്ക് ഒരു 50 ഉറുപ്പ്യ ചുരുക്കാം, മറ്റേന് പറയില്ല. അങ്ങനെ 8 ലക്ഷം ഉറുപ്പ്യക്കാണ് കർണനെയും രാജാവിൻ്റെ ആനയും. കർണന് 8 ലക്ഷം, മറ്റേന് 4. അങ്ങനെയാണ് 8 ലക്ഷത്തിൻ്റെ ആന കേരളത്തിൽ ആദ്യം മേടിക്കുന്നത് ഹരിയേട്ടനാണ്, ഇത്ര വിലയ്ക്ക്. അത് പിന്നീട് നല്ല തീരുമാനമാണെന്ന് മനസ്സിലായില്ലേ? പിന്നീട് മനസ്സിലായില്ലേ നല്ല തീരുമാനമായിരുന്നു? അതെ. ആദ്യം മേടിക്കുക 8 ലക്ഷത്തിന് ഒരു ആന മേടിച്ചിട്ടില്ല, വിറ്റിട്ടില്ല. അന്ന് ചാമിച്ചേട്ടൻ എത്ര കാലം കൊണ്ട് കർണന്റെ കൂടെ ഉണ്ട്? ഞാൻ കർണനെ മേടിച്ച മുതൽക്ക് ഞാൻ തന്നെയാണ്. മേടിച്ച് വിൽക്കുന്നവരെ 13 കൊല്ലത്തെ കർണൻ അരിയേട്ടൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ആ 13 കൊല്ലം ഞാൻ തന്നെ. ആദ്യം എൻ്റെ മകൻ കൈകാര്യം ചെയ്ത് മകൻ്റെ കൊടുക്കും. അവന് കുറച്ച് താമസിച്ചു. അവനൊരു പ്രാവശ്യം ആന ലേശം ഒരു പോക്കറിത്തരം കാട്ടി. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യൽ. അപ്പോൾ കൃഷ്ണകുമാർ കൊടുക്കാനുള്ള കാരണം അന്ന് ആനയ്ക്ക് വേനൽക്കാലത്താണ് നീര് മതപ്പാട് ഇവിടെ കൊണ്ടുവന്ന. അപ്പോൾ അതാവും കൊല്ലാണ്ട് കാശിൻ്റെ വിഷമമുള്ള ആളൊന്നുമല്ല. അപ്പോൾ അത് മേടിച്ചിട്ടൊന്നും പറയാൻ കഴിയില്ല. ഇവിടെ കൊല്ലംകോട് കൂട്ടർ വളക്കിന് എവിടെ പോയി ആനേര് ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ഇതായിട്ടാണ് നമ്മൾ അങ്ങനെ ധരിച്ചത്. അങ്ങനെയാണ് കൃഷ്ണകുമാറാണ് ആന കൊണ്ടുവന്നത്. അരിയേട്ടനാണ് മേടിക്കണത്. അങ്ങനെ മേടിക്കണത്. പിന്നെ 13-12-13ാമത്തെ കൊല്ലത്തിലെത്തിയാണ്
മംഗലാപുരത്തേക്ക് ആനെ വിൽക്കണത് 13 കൊല്ലം അരി ഉണ്ടായിരുന്നു. അന്ന് മേടിക്കുമ്പോൾ ആന ഒരു അല്ലി ആനയായിരുന്നു. മംഗലാകുന്നിലേക്ക് വരുമ്പം ചാമിച്ചേട്ടനും കൂടെ വന്നോ? അപ്പോൾ അത് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് ആനെ അവിടെ കെട്ടിക്കായിരുന്നു. അരിയുടെ അവിടെ തന്നെ കെട്ടിക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആനയെ കൊടുക്കണം എന്നുള്ള മൂപ്പര് കൊടുക്കണം എന്നുള്ളൊരു ഇതായി. അപ്പം അങ്ങനെ കൊടുക്കാൻ അപ്പം അവർക്ക് ഒന്നും നോക്കിയില്ല. അപ്പോൾ നമ്മുടെ കൂറ്റനാട് ജയനാണ് അതിനെ മംഗലാംകുന്നുകാരോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്, അത്ര ആന വലിയ ആനയാണ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മംഗലാംകുന്നത്തേക്കാണ് പിന്നെ ആന കച്ചവടം ചെയ്യണത്, മംഗലാംകുന്നുകാർ മേടിക്കണത്. അപ്പോൾ മംഗലാംകുന്നുകാർ മേടിച്ച് പിന്നെ ഇതായി ഒരു പിന്നെ പൈസ കൊടുക്കാൻ വന്നു. അവർ കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുക. അപ്പം എന്നോട് മംഗലാകുന്ന് പരമേശ്വരൻ ഒരു 3 ആളുണ്ടായിരുന്നു. പരമേശ്വരനും അനുജനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമി നീ എന്നും താമസിക്കണം എന്നാണ് ഞാൻ പറയുക. എന്നും നീ താമസിക്കുമെന്ന് ഇല്ല എന്നെനിക്കറിയാം. അപ്പോൾ വേനൽക്കാലം കഴിയുന്നവരെ നീ നിൽക്കണം പറഞ്ഞു. അതാ പര്യട്ടനോട് പറഞ്ഞോളൂ. പര്യട്ടനും പറഞ്ഞു ആ വേനൽക്കാലം എന്താ ചോദിച്ചു. ആ വേനൽക്കാലം കഴിയുന്നവരെ. വേനൽക്കാലം കഴിഞ്ഞപ്പോൾ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞ് ആനെ എൻ്റെ വീടിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ സൗകര്യമുള്ളടത്ത് കിട്ടും. വേണ്ട ഷെഡ് കെട്ടിയ കൊണ്ട് അതൊന്നും എവിടെയാണെങ്കിൽ ആനയുടെ സൗകര്യം, ആനകൾക്ക് എവിടെ സൗകര്യം വെച്ചാൽ വെള്ളവും തീറ്റയും കിട്ടുന്നിടത്ത് നല്ല സ്ഥലത്ത് എവിടെയാണെങ്കിൽ കിട്ടും. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആനയെ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ കൊണ്ട് കെട്ടുതായി. പിന്നെ ഇവിടെ കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് ഒലിച്ചു, മതപ്പാടായി. അപ്പോൾ ഞാൻ അങ്ങനെ മംഗലാംകുത്തിക്ക് വിളിച്ചു. അങ്ങനെ മുതലാളി ആനയ്ക്ക് ഒലിവ് തുടങ്ങി, എന്താ വേണ്ടത്? അപ്പോൾ ജാമി അവിടെ തന്നെ കെട്ടിക്കോ. ഇവിടെ കെട്ടിയ പിന്നെ എനിക്ക് പിന്നെ ബുദ്ധിമുട്ടാണ്, എനിക്ക് അവിടെ നിന്ന് പോരാനും പറ്റില്ല. പിന്നെ നമ്മളതിലല്ലേ. അല്ല ഞാൻ ആനയെ അങ്ങോട്ട് അല്ല എന്നാൽ വണ്ടി കൊടുത്താൽ. വണ്ടി വേണ്ട മുതലാളി, ഇവിടുന്ന് മംഗലാംകുത്തിക്ക് ഇപ്പോൾ എത്ര വഴി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാറ്. ഞാനവിടെ കൊണ്ടുപോയി. ജാമി എന്താ ഞാൻ ഒഴിവാകുക തന്നെ, ഞാൻ നിൽക്കണില്ല ഇനി കാരണം അങ്ങനെ നേര് കെട്ടി അവർ പറഞ്ഞ മാതിരി കെട്ടിക്കൊടുത്ത് ഞാൻ പോരുക ചെയ്ത് മംഗലാപുരത്ത് നിന്ന്. പിന്നെ അങ്ങനെ അരിയണ്ട അവിടെ തന്നെ ചെന്ന് താമസിക്കുക. റഹ്റാമിന്